Hello students, welcome back to Defense for Malayalam. അപ്പോൾ നമുക്ക് NDA 1 2025 ന്റെ മാത്തമാറ്റിക്സ് പേപ്പറിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 46th ക്വസ്റ്റ്യൻ ആണ്. Consider the following for the two items that follow. അപ്പോൾ ഇനി വരുന്ന രണ്ട് ഐറ്റത്തിന് ഇതാണ് നമ്മുടെ ബേസ്. In a triangle ABC, two sides BC and CA are in the ratio 2:1. രണ്ട് സൈഡ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് and their opposite corresponding angles are in the ratio 3:1. Okay, രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ആ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഈ 3:1 എന്ന റേഷ്യോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റഫ് ഫിഗർ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ഏത് ട്രയാങ്കിളാണ് വേണ്ടത്? ABC അല്ലേ. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ABC, ലെറ്റ് ഇറ്റ് ബി ABC. ഇനി നമ്മളെങ്ങനെയാണ് ട്രയാങ്കിൾസിന് ആംഗിൾസും അതുപോലെ തന്നെ സൈഡ്സും എടുക്കുക? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ ആംഗിൾസ് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ സ്മോൾ എ എന്ന് പറഞ്ഞ സൈഡ്. ഇനി ക്യാപിറ്റൽ ലെറ്റർ ബിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്മോൾ ബി. ഇതൊക്കെ ആംഗിൾ ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം ആംഗിൾ ആണ്, സ്മോൾ ലെറ്റേഴ്സ് എല്ലാം സൈഡ്സ് ആണ്. സോ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് സ്മോൾ സി. ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ട്രയാങ്കിളിൻ്റെ സ്ട്രക്ചർ. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ടു സൈഡ്സ് ബി സി ആൻഡ് സി എ ആർ ഇൻ ദ റേഷ്യോ 2:1. ബി സിയും സി എയും ബി സി ഈസ് ടു സി എ. ഓക്കെ, ഏതാണ്? ബി സി ഈസ് ടു സി എ. അതിൻ്റെ റേഷ്യോ ആണ് 2:1. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് ദെയർ ഓപ്പോസിറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓപ്പോസിറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതാ? ബി സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ദാറ്റ് ഇസ് എ അല്ലേ. ആംഗിൾ എ ആണ്. ആംഗിൾ എ ആണ് ബി സിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ. അതേപോലെ സി എയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? സി എ എന്ന് പറയുന്ന സൈഡ് ഇതാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇസ് ബി. സോ ആംഗിൾ എ ഈസ് ടു ആംഗിൾ ബിയുടെ റേഷ്യോ ആണ് തന്നിട്ടുള്ള 3:1. അപ്പോൾ ദിസ് ഇസ് 3:1. അപ്പോൾ നമുക്ക് ബി സി എന്ന് പറഞ്ഞ സൈഡ് ഉണ്ട്. ബി സി എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്മോൾ ലെറ്റർ എ അല്ലേ. ഇവിടെ എഴുതാം എ ഈസ് ടു സി എ ഇസ്, സി എന്ന് പറഞ്ഞ സൈഡ് ഏതാ? സ്മോൾ ലെറ്റർ ബി. സോ എ ഈസ് ടു ബി ആണ് 2:1. ആംഗിൾ എ ഈസ് ടു ആംഗിൾ ബി ആണ് 3:1. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് അറിയാം, ആംഗിൾ എയും ബിയും, രണ്ട് സൈഡ്സും അറിയാം. അങ്ങനെയാണെങ്കിൽ ഏത് ലോ ആണ് നമുക്കിവിടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക? ദാറ്റ് ഇസ് സൈൻ റൂൾ അല്ലേ. സൈൻ റൂൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. സൈൻ റൂൾ ഇസ് A by sin A is equal to B by sin B. A by sin A is equal to B by sin B. അതുകൊണ്ട് A എന്ന് പറയുന്നത് 2 ആണ്. ഇത് റേഷ്യോ വന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ് അതിൻ്റെ കൂടെ എടുക്കാം. കറക്റ്റ് 2 ആയിരിക്കില്ലല്ലോ വാല്യൂ, അതിൻ്റെ കൂടെ വേറൊരു വാല്യൂ കൂടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് 2x എന്ന് പറഞ്ഞെടുക്കാം. ഡിവൈഡ് ബൈ സൈൻ എ. സൈൻ എ എന്ന് പറയുമ്പോൾ സൈൻ ആംഗിൾ ഇസ് ഇവിടെ റേഷ്യോ 3 ആണ്. സോ സൈൻ 3x വിച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി. ബി എന്ന് പറയുമ്പോൾ 1 ആണ് റേഷ്യോ. സോ 1x ഡിവൈഡ് ബൈ അടുത്തത് സൈൻ ബി. സൈൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെയും എക്സ് ആണ്. സോ സൈൻ എക്സ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലുള്ള ഒരു എക്സ് ക്യാൻസൽ ചെയ്യാം. ഇനി അപ്പോൾ എന്തായിരിക്കും നമുക്ക് ആൻസർ വരിക? 2 ബൈ സൈൻ 3x ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ്. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത് ക്രോസ് ചെയ്യുമ്പോൾ നോക്കിയേ, 2 ഇൻറ്റു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 3x. 2 ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 3x എന്ന വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ടില്ല. വൺ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിലെ വൺ ഓഫ് ദ ആംഗിൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. സൈൻ റൂൾ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് വാല്യൂസും നമുക്കൊരു ഇക്വേഷൻ കിട്ടി. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വൺ ഓഫ് ദ ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ജസ്റ്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആംഗിൾസ് കണ്ടാൽ മതി. ഓപ്ഷൻസിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? 15 ഡിഗ്രി. അതാണോ? അതെങ്ങനെ നോക്കുക? ജസ്റ്റ് എക്സിന് 15 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. 2 ഇൻറ്റു സൈൻ 15ൻ്റെ വാല്യൂ ദാറ്റ് ഇസ് √3 മൈനസ് 1 ബൈ 2√2. ഇത് സൈൻ 3x എന്ന് പറയുമ്പോൾ സൈൻ 3 ഇൻറ്റു എക്സിന് നമ്മൾ 15 എടുത്തിരിക്കുന്നത്. സോ 3 ഇൻറ്റു 15 3 ഇൻറ്റു 15 ഇസ് 45. അപ്പോൾ സൈൻ 45ൻ്റെ വാല്യൂ 1 ബൈ √2 ആണ്. 1 ബൈ √2ഉം ഈ വാല്യൂം ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ 15 ഡിഗ്രി അല്ല നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രി ഒന്ന് ജസ്റ്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കാം. 2 ഇൻറ്റു സൈൻ 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു സൈൻ 3 ഇൻറ്റു 30. 3 ഇൻറ്റു 30 ഇസ് 90 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി ഇസ് 1 ബൈ 2. സൈൻ 90 ഡിഗ്രി ഇസ് 1. 2ഉം 2ഉം ക്യാൻസൽ ആയാൽ ഇവിടെ 1 ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. 1 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ 30 ഡിഗ്രി ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ആരാണ്? 30 ഡിഗ്രി. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. 47th വൺ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ദ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾഡ്.
അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ ചെക്ക് ചെയ്യണം. സെക്കൻഡ് വൺ പറയുന്നത് വൺ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് 3 times the other. ആൻഡ് തേർഡ് വൺ പറയുന്നത് എയും സിയും ബിയും ദ ആംഗിൾസ് എ സി ആൻഡ് ബി ഓഫ് ദ ട്രയാങ്കിൾ ആർ ഇൻ എ പി. അപ്പോൾ നമുക്ക് മൂന്നും ചെക്ക് ചെയ്യണം. ആകെ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു കണക്ഷൻ എന്താണ്? വൺ ഓഫ് ദി ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ 30 ഡിഗ്രി ആണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. സോ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ആംഗിൾ എ ഈസ് ടു ബി എന്ന് പറയുന്നത് 3:1 ആണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദ ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പം നമുക്ക് ഈ ഒരു ആംഗിളിനെ 30 ഡിഗ്രി ആയിട്ട് എടുത്താൽ ഇത് എന്തായിരിക്കും? 3 × 30 3 × 30 is 90 ഡിഗ്രി. ഓക്കെ, ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റനിൽ നിന്ന് നമ്മൾ ഒരു ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു 30 ഡിഗ്രി. നമുക്ക് തന്നിട്ടുള്ള റേഷ്യോയിൽ നമ്മൾ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അടുത്ത ആംഗിൾ എന്ത് കിട്ടി? 3 × 30 ചെയ്തപ്പോൾ 90 ഡിഗ്രി കിട്ടി. അപ്പോൾ 90 ഡിഗ്രി എന്ന് വരുന്ന ഒരു ആംഗിൾ, ഒരു ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ടും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? 90 ഡിഗ്രി വരുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഈ 90 ഡിഗ്രി നമുക്ക് ആംഗിൾ എ ആയിട്ട് എടുക്കാം. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സോ എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എന്തായിരിക്കും? ആംഗിൾ സിയുടെ വാല്യൂ എന്തായിരിക്കും? ഒരെണ്ണം 90 ഒരെണ്ണം 30 ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ രണ്ടെണ്ണം നമുക്കുണ്ട്, 90 + 30, അതായത് 120 പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സിയുടെ വാല്യൂ എന്തായിരിക്കും? 180 - 120 വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കിട്ടി. അത് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരെണ്ണം 90 ഡിഗ്രി വന്നു. ദെയർഫോർ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ദ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾഡ്. ഇനി സെക്കൻഡ് വൺ നോക്കിയേ. വൺ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് 3 times the other. ഇത് സൈഡ്സ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. സൈഡ്സിൻ്റെ കാര്യം നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സൈഡ്സിൻ്റെ റേഷ്യോ 2:1 ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? 2:1. അപ്പോൾ ഇവിടെ നമ്മൾ സ്മോൾ എ ഈസ് ടു ബി, അതായത് ക്യാപിറ്റൽ എയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് സ്മോൾ എ, ക്യാപിറ്റൽ ബിയുടെ ഓപ്പോസിറ്റ് സ്മോൾ സി ആൻഡ് ക്യാപിറ്റൽ സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ സി. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിലുള്ള വാല്യൂ എ ഈസ് ടു ബി എന്ന് പറയുന്നത് 2:1 ആണ്. സോ ഈ വാല്യൂ 2 എന്നും ഈ വാല്യൂ ജസ്റ്റ് 1 എന്നും നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് സൈഡ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ആലോചിക്കണം. ഇതിൽ തേർഡ് സൈഡ് എങ്ങനെയായിരിക്കും? ഈ സൈഡ് എന്തായിരിക്കും? ഏറ്റവും ലോങ്ങസ്റ്റ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് 2 എന്ന വാല്യൂ ആണ്. അതിനേക്കാളും വലിയ വാല്യൂ ഇവിടെ വരില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വൺ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് 3 times the other. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുമോ? ഏതെങ്കിലും ഒരു സൈഡ് മറ്റു സൈഡിന് 3 times ആയിട്ട് വരാൻ പറ്റുമോ ഇവിടെ? ഇല്ല. ഈ കണ്ടീഷനിൽ ഇത് സാറ്റിസ്ഫൈഡ് അല്ല. സോ സെക്കൻഡ് വൺ ഇസ് ഇൻകറക്റ്റ്. സെക്കൻഡ് വൺ കറക്റ്റ് അല്ല. ഇനി തേർഡ് വൺ നോക്കാം. ആംഗിൾസ് എ സി ആൻഡ് ബി ഓഫ് ദ ട്രയാങ്കിൾ ആർ ഇൻ എ പി. എയും സിയും ബിയും, ഓക്കെ, ഓർഡർ നോക്കിക്കോ. എ സി ബി എ പിയിലാണോ ചെക്ക് ചെയ്യണം. എ പിയിലാണെങ്കിൽ കറക്റ്റായിട്ട് അതിന് എന്തുണ്ടാവും? കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ? സോ ആംഗിൾ എ ഈസ് 90 ഡിഗ്രി, ആംഗിൾ സി എന്ന് പറയുന്നത് നോക്കിയേ 60 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി ഈസ് 30 ഡിഗ്രി. ഇത് എ പിയിലാണോ? കോമൺ ഡിഫറൻസ് എത്രയാ? 90 - 60 30. എഗെയിൻ ഇവിടെയും 30. സോ ഇറ്റ് ഇസ് എ പി അല്ലേ? കോമൺ ഡിഫറൻസ് ആണ്, 30 ഡിഗ്രിയാണ് കോമൺ ഡിഫറൻസ്. സോ ആൻസർ ഇസ് ഇത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആംഗിൾസ് എ പിയിലാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ്? ഇവിടെ സെക്കൻഡ് 1 റോങ് ആണ്, ബാക്കി 2 കറക്റ്റ് ആണ്. സോ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്? 1 and 3 ഓൺലി. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. 1 and 3 മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48th one. A man at M standing 100 meter away from the base P of a chimney of height 50 meter observes the angle of elevation of the highest point Q of the smoke to be 45 degree. The highest point of the chimney is at R. Further, P, R and Q are in a straight line and the straight line is perpendicular to PM. What is the angle RMQ equal to? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫിഗർ വേണം അല്ലേ? ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമ്മളൊരു ഫിഗർ കൺസ്ട്രക്ട് ചെയ്യണം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ മാൻ അറ്റ് എം, ഒരു പോയിന്റ്, ഓക്കെ, ഒരു പോയിന്റ് എമ്മിലാണ് നമ്മുടെ മാൻ നിൽക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡിങ് 100 meter എവേ ഫ്രം ദ ബേസ് പി ഓഫ് എ ചിമ്മിനി. ഒരു ചിമ്മിനി ഉണ്ട്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പി ആണ്. ആ ബേസിൽ നിന്ന് ഒരു 100 meter എവേ ആയിട്ടാണ് നമ്മുടെ മാൻ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഉള്ള നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയാണ്. പിന്നെ എന്താ പറയുന്നത്? ചിമ്മിനി ഓഫ് ഹൈറ്റ് 50 meter. ഈ ചിമ്മിനിയുടെ ഹൈറ്റ് ആണെങ്കിൽ 50 meter ആണ്. ഒബ്സർവ്സ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ഹയസ്റ്റ് പോയിന്റ് Q ഓഫ് ദ സ്മോക്ക് ടു ബി 45 degree.
ഈ ചിമ്മിനിയിൽ നിന്ന് വരുന്ന സ്മോക്കാണ് നമ്മുടെ ഏത് പോയിന്റ് ഉള്ളത്, ക്യൂ എന്ന് പറയുന്ന പോയിന്റിലായിട്ടുള്ളത്. ഓക്കെ, ഈ ചിമ്മിനിയിൽ നിന്ന് വരുന്ന സ്മോക്കാണ് ഹയസ്റ്റ് പോയിന്റ് ക്യൂ ഓഫ് ദ സ്മോക്ക് ടു ബി 45 ഡിഗ്രി. ഈ മാൻ ഈ സ്മോക്കിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അതും 45 ഡിഗ്രി ആംഗിളിൽ. ഓക്കെ, സോ ഇതാണ് പോയിന്റ് ക്യൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ചിമ്മിനി ഈസ് അറ്റ് ആർ. ഈ ചിമ്മിനിയുടെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് R ആണ്. ഓക്കെ, ചിമ്മിനിയുടെ ഹയസ്റ്റ് പോയിന്റ് R ആണ്, സ്മോക്കാണ് ക്യൂ. ദെൻ ഫർദർ P, R and Q are in a straight line. Okay, Pയും Rഉം Qയും straight ലൈനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. And the straight line is perpendicular to PM. PMനോട് perpendicular ആണ്. ഇതൊരു 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ what is the angle RMQ? Okay, RMQ നമ്മൾ ഇത് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സ്മോൾ ആംഗിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മോൾ ആംഗിൾ തീറ്റ എന്ന് പറയാം അല്ലേ. ഇത് തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ ഇത് 45 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ദിസ് വിൽ ബി 45 മൈനസ് തീറ്റ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഫിഗറിൽ വരച്ച് അല്ലെങ്കിൽ ഫിഗറിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് RMQ എന്ന് പറഞ്ഞ ആംഗിൾ വേണം, അത് നമ്മൾ മാർക്ക് ചെയ്തു. അവിടുത്തെ ആംഗിൾ തീറ്റയായിട്ട് എടുത്തു. സോ ദ അതർ ആംഗിൾ വിൽ ബി 45 മൈനസ് തീറ്റ. ഇനി ഈ തീറ്റ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ഇനി നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ, ഈ തീറ്റ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമുക്ക് ഇവിടുത്തെ ട്രയാങ്കിൾ PRM എടുക്കാം. ഓക്കെ, PRM എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഈ താഴത്തെ ഈ ട്രയാങ്കിൾ PR and M. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതിൽ ആംഗിൾ ഏതാണ്? tan 45 മൈനസ് തീറ്റ. ഇവിടുത്തെ ആംഗിൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? tan 45 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് പറയാം അല്ലേ. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 50 ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ആരാണ്? 100 ആണ്. സോ 50 by 100 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. tan 45 മൈനസ് തീറ്റ എന്താണ്? 1/2. നമുക്കാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ തീറ്റയാണ്. RMQ എന്ന് പറയുന്ന ആംഗിൾ തീറ്റയല്ലേ. സോ തീറ്റയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും. ഏതാ സോൾവ് ചെയ്യേണ്ടത്? tan 45 മൈനസ് തീറ്റ ഈക്വൽ ടു 1/2. അതെങ്ങനെ സോൾവ് ചെയ്യാം? tan 45 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/2. tan x മൈനസ് y അല്ലെങ്കിൽ tan a മൈനസ് ബിയുടെ ഫോർമുല എന്താണ്? tan a മൈനസ് tan b ഡിവൈഡ് ബൈ 1 പ്ലസ് tan a tan b. ആ ഒരു ഇക്വേഷനിൽ ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്, tan 45 മൈനസ് തീറ്റേനെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സ്റ്റാൻഡേർഡ് ആൻസർ അറിയുമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി അത് അറിയില്ലെങ്കിലാണ് നമ്മൾ ഈ tan a മൈനസ് tan b എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സൈഡിൽ എഴുതാം ജസ്റ്റ്. tan of a മൈനസ് b ദാറ്റ് ഈസ് ഈക്വൽ ടു tan a മൈനസ് tan b ഡിവൈഡ് ബൈ 1 പ്ലസ് tan a tan b. tan a tan b ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാണ്. സോ ഇവിടെ 45 മൈനസ് തീറ്റയാണ്. സോ tan 45 ഡിഗ്രി മൈനസ് tan തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് tan 45 degree into tan theta which is equal to 1/2. tan 45 degree value that is 1. So 1 minus tan theta divide by 1 plus tan 45 degree again 1 ആണ്. 1 into tan theta that is equal to 1/2. ഇനി ഇതൊന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. So 2 into 1 minus tan theta is equal to 1 into 1 plus tan theta. 1 into 1 plus tan theta is 1 plus tan theta. So that is 2 minus 2 tan theta equal to 1 plus tan theta. നമുക്ക് വേണ്ടത് tan തീറ്റയുടെ വാല്യൂ ആണ്. സോ എന്ത് ചെയ്യാം? എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ. ഈക്വൽ ടു 0 എന്ന് എഴുതുന്ന പോലെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ മൈനസ് ഒക്കെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് ആയി മാറും. സോ എല്ലാം ഞാൻ ഈ സൈഡിലേക്ക് എടുക്കുകയാണ്. 1 പ്ലസ് tan തീറ്റ പ്ലസ് 2 tan തീറ്റ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 1 പ്ലസ് tan തീറ്റ പ്ലസ് 2 tan തീറ്റ 3 tan തീറ്റയാണ്. ദാറ്റ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. 3 tan തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 2 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 2 ആയിരിക്കും. ആൻഡ് 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1 ആയിരിക്കും. 2 മൈനസ് 1 1. അതുകൊണ്ട് തന്നെ tan തീറ്റയുടെ വാല്യൂ എന്തായി? tan തീറ്റ ഈക്വൽ ടു 1/3. നമുക്ക് വേണ്ടത് തീറ്റയാണ്. തീറ്റ ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1/3 is the answer. Option B is the right answer. Tan inverse 1/3. Next question. If k is a root of x square minus 4x plus 1 equal to 0, then what is tan inverse k plus tan inverse 1/k equal to? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ ജസ്റ്റ് ആ റിലേഷൻസ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. നോക്കിയേ, ടാൻ ഇൻവേഴ്സ് കെ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/k ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടാൻ ഇൻവേഴ്സ് 1/k നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് 1/k ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് കെ അല്ലേ. ടാൻ ഇൻവേഴ്സ് 1/k കോട്ട് ഇൻവേഴ്സ് കെ ആണ്. സോ ഈ ഇക്വേഷൻ എന്ത് ഫോമിലായി? ടാൻ ഇൻവേഴ്സ് കെ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/k നമ്മൾ മാറ്റിയിട്ട് കോട്ട് ഇൻവേഴ്സ് കെ എന്നാക്കി. സോ ടാൻ ഇൻവേഴ്സ് കെ പ്ലസ് കോട്ട് ഇൻവേഴ്സ് കെ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു π/2. ആൻസർ ഇസ് π/2. ഓപ്ഷൻ ഡി. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ആകെ എഴുതിയ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് മാത്രമാണ്. ടാൻ ഇൻവേഴ്സ് 1/k നമുക്ക് കോട്ട് ഇൻവേഴ്സ് കെ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. അതുണ്ടെങ്കിൽ പിന്നെ ആൻസർ ഇസ് π/2.
Next question, if tan inverse k plus tan inverse 1 by 2 equal to pi by 4, then what is the value of k? ഇവിടെ നമ്മൾ tan inverse x plus tan inverse y ആ ഫോമാറ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി. എന്താണ് നമ്മുടെ ഇക്വേഷൻ? tan inverse k plus tan inverse 1 by 2 is equal to എന്താണ് ഈക്വൽ ആയിട്ടുള്ളത്? pi by 4. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യണം. സോ നമുക്ക് kയുടെ വാല്യൂ കിട്ടും. ഇത് ഏത് ഫോമിലാണ്? tan inverse x plus tan inverse y. tan inverse x plus tan inverse y യുടെ ഫോർമുല tan inverse x plus y divided by 1 minus xy. അതിലേക്കാണ് നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ tan inverse x ഇവിടെ k ആണ്, y ഇവിടെ 1 by 2 ആണ്, divide by 1 minus k into 1 by 2 which is equal to pi by 4. സോ ഈ tan inverse അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? tan ആയിട്ട് മാറും. സോ k plus 1 by 2 divide by 1 minus k by 2 is equal to tan inverse അങ്ങോട്ട് പോകുമ്പോൾ tan pi by 4 ആയിട്ട് മാറും. tan pi by 4ന്റെ വാല്യൂ 1 ആണ് അല്ലേ? സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. k plus 1 by 2 അതെങ്ങനെ എഴുതാം? 2k plus 1 by 2 whole divide by 2 minus k by 2 is equal to 1. ഇതൊന്ന് സോൾവ് ചെയ്യാം നമുക്ക്. സോ 2k plus 1 by 2 is equal to 2 minus k by 2. 2 and 2 ക്യാൻസൽ ചെയ്യുന്നു. 2k plus 1 is equal to 2 minus k. kയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ kയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. 2k plus k is equal to 2 minus 1. 3k, 2k plus k 3k ആണ്, 2 minus 1 1 ആണ്, which implies k is equal to 1 by 3. kയുടെ വാല്യൂ 1 by 3 ആണ്. ഓപ്ഷൻ C is the answer.